ആദ്യമേ വന്ന് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കര കിടക്കണത് കാരണം ആ കല്യാണം പോകും. അങ്ങനെ കുറേ പിള്ളേരുടെ കല്യാണം പോയിട്ടുണ്ട്. പ്രസവം വരെ നടന്നിട്ടുണ്ട് നമ്മുടെ റോട്ടിൽ. ആ കാലം ആശുപത്രിയിലോട്ട് പോണ വഴിക്ക് ക്ഷീണമുണ്ടായി. അങ്ങനെ ആശുപത്രി എത്തുന്ന മുമ്പ് കാര്യങ്ങൾ സാധിച്ചു. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബോട്ടിലൊക്കെ ബോട്ട് ജങ്കാറിലൊക്കെ. മഴവില്ലഴകിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പാലം വർഷങ്ങളായുള്ള ഒരു ജനതയുടെ കാത്തിരിപ്പാണ്, സ്വപ്നമാണ്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പെരുമ്പളം നിവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് എന്നേക്കുമായി പരിഹാരമാവുകയാണ്. ഞങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി. സന്തോഷം എന്ന് പറയാൻ ഞങ്ങൾക്ക് ഉത്സവമാണ്. ഒരാഴ്ച ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കാണ്. കാരണം ഞങ്ങളുടെ ഈ നാട് മുഴുവനും ഞങ്ങൾ ഉത്സവം കൊണ്ടാടി. ഇവിടെ സൈക്കിൾ ഓട്ടുന്ന ആളുകളൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഇന്നലെ സൈക്കിൾ ഓട്ടം. ഏതാണ്ട് 1150 മീറ്ററിലധികം നീളമുള്ള ഈ പാലം വെറുമൊരു യാത്രാമാർഗം മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ ഒറ്റപ്പെടലിന് വിരാമമിടുന്ന ഒരു വികസന രേഖ കൂടിയാണ്. മുഖ്യമന്ത്രി ഈ പാലം നാടിന് സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ആലപ്പുഴയുടെ ഭൂപടത്തിൽ പെരുമ്പളം ഒരു പ്രധാന ടൂറിസം ഹബ്ബായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.